ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ എലവൻ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ പൊളിറ്റി ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പം നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഉരുത്തിരിഞ്ഞു വന്നതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്, അതിനൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇത് നമുക്ക് ഒരേ സമയം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടും പൊളിറ്റിയുടെ ഭാഗമായിട്ടും പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ്സ് എന്നാണ് ഞാനിതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡിന്റെ കീഴിൽ നമ്മളിന്ന് പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ട് പോകുന്നത് ചാർട്ടർ ആക്ടുകളാണ്. അതുപോലെ തന്നെ ആക്ട് ഡ്യൂറിങ് ക്രൗൺ റൂൾ, ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി നേരിട്ട് ഭരിച്ചിരുന്ന സമയത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ തരണം ചെയ്തിട്ടാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന ഉണ്ടായത്. ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ നേതൃത്വത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ചാർട്ടർ ആക്ടുകൾ, അത് കമ്പനിയുടെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ള ഭാഗങ്ങളാണ്. അതിനുശേഷം ആക്ട് ഡ്യൂറിങ് ബ്രിട്ടീഷ് ക്രൗൺ റൂൾ, അതായത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് 1857 നമ്മുടെ സിപ്പായി ലഹളയ്ക്ക് ശേഷം ബ്രിട്ടീഷുകാരുടെ ഈ കമ്പനി ഭരണത്തിൽ നിന്നും എടുത്തു മാറ്റി രാജ്ഞിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ നേതൃത്വത്തിൽ ക്രൗണിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് എന്ത് ചെയ്യുന്നു, ഇന്ത്യ വിധേയമാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നുള്ള നിയമങ്ങൾ, അതിൽ നിന്നും ഭരണഘടന അസംബ്ലിയിലേക്ക് നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ രൂപീകരണം, അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഫാക്റ്റുകൾ, ഈ മൂന്ന് കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ഷെഡ്യൂളിനകത്തുണ്ടായിരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ചെയ്ത് കാണും, രാവിലെ ചോദ്യങ്ങൾ കണ്ടു കാണും, അതിൻ്റെ ആൻസേഴ്സ് എല്ലാവരും ശരിയാക്കി കാണും. നമ്മൾ ഇന്നത്തെ അതിൻ്റെ ഭാഗമായിട്ടുള്ള റിവിഷൻ സീരീസിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ നമ്മൾ മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോവുക. അപ്പോൾ ഓൾറെഡി നിങ്ങളിത് പഠിച്ച് വന്നിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് റിവിഷൻ ക്ലാസ് ആണ്. ഈ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്ലാസ്സുകൾ കാണുകയോ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മറ്റേതെങ്കിലും ഒരു മെറ്റീരിയൽ നോക്കി പഠിച്ചതിന് ശേഷം റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി ഈ ക്ലാസ്സുകളെ ഉപകാരപ്രദമാക്കുക. അതാണ് നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് ഈ റിവിഷൻ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ചാർട്ടർ ആക്ടുകളാണ്. ചാർട്ടർ ആക്ട് എന്ന് പറയുന്ന ഭാഗമാണ്. അതിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ നമുക്കൊന്ന് നോക്കാം. Which of the following acts ended the trade monopoly of the company in India and opened it to all British subjects except tea? അപ്പോൾ ഏത് നിയമമാണ് ഇന്ത്യയിലെ കമ്പനിയുടെ ട്രേഡ് മോണോപോളി ഒഴിവാക്കിയത്? ചായ, ടീയിൽ ഒഴിച്ച് ബാക്കി ഒഴിവാക്കിയത് ഏത് നിയമത്തിനകത്താണ് ചോദിച്ചിരിക്കുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1813. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ഇൻ ഇന്ത്യ വാസ് ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് ഓഫ് എ കമ്മിറ്റി ഹെഡഡ് ബൈ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ലോർഡ് നോർത്ത്? ലോർഡ് നോർത്തിന്റെ നേതൃത്വത്തിൽ ഏത് ആക്ടാണ് പാസ്സാക്കിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ബ്രിട്ടീഷ് PM ആയിരിക്കുന്ന സമയത്ത് ഏത് നിയമമാണ് നിലവിൽ വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് നിയമമാണ്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഇനി ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ പ്രൊമോട്ടിംഗ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരെന്നാണ് വെച്ചിരിക്കുന്നത്? ആരാണ്? മെക്കോളെ. ഓക്കെ. ഇനി ഇത് ഈ തവണത്തെ NTPC ഗ്രാജുവേറ്റ് ലെവലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിന്റെ റെസ്പോൺസ് ഷീറ്റിൽ നിന്ന് എടുത്തുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ഓതറൈസ്ഡ് ദ ഗവർണർ ജനറൽ ടു ഓവർ റൈഡ് ഹിസ് കൗൺസിൽ ഇൻ മാറ്റേഴ്സ് അഫക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ? ഏതാണ്? 1793 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഏത് ആക്ടാണ് ഗവർണർ ജനറലിന് അതിൻ്റെ കൗൺസിലിന് ഓവർ റൈഡ് ചെയ്യാനുള്ള അധികാരം കൊടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആക്ട് 1793. അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് പ്രൊവൈഡ് എ റെഗുലർ കോഡ് ഫോർ ഓൾ റെഗുലേഷൻസ് ദാറ്റ് കുഡ് ബി എനാക്റ്റഡ് ഫോർ ദ ഇന്റേണൽ ഗവൺമെന്റ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ? ഏത് ആക്ടാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പ്രകാരമാണ് അത്തരത്തിലൊരു നിയമം വന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് പ്രൊവൈഡഡ് എ റെഗുലർ കോഡ് ഓഫ് ഓൾ റെഗുലേഷൻസ് ദാറ്റ് കുഡ് ബി എനാക്റ്റഡ് ഫോർ ദ ഇന്റേണൽ ഗവൺമെന്റ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ? ഓക്കെ. അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ നിന്നും അതുപോലെ ഈ ഒരു ഭാഗം ചാർട്ടർ ആക്ടിൽ നിന്നും ഇത്തവണത്തെ NTPC CBT 1 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് NTPCക്ക്. വരുന്ന ഗ്രൂപ്പ് D എക്സാമിനോ CBT 2 എക്സാമിനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വർഷത്തെ എക്സാംസിന് നമുക്ക് ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഭാഗം കുറച്ച് ഊന്നൽ കൊടുത്ത് പഠിക്കുക. ഓക്കെ. നമുക്കിനി റിവിഷനിലേക്ക് കടക്കാം. നമ്മൾ ഏറ്റവും ആദ്യം നോക്കാനായിട്ട് പോകുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റ്സ് കൃത്യമായിട്ട് പഠിക്കുക. ചുരുങ്ങിയത് ഇതെങ്കിലും നിങ്ങൾക്ക് ധാരണയിൽ ഉണ്ടായിരിക്കണം. റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വരുന്ന വർഷം 1773. റെഗുലേറ്റിംഗ് ആക്ടിന്റെ പർപ്പസ് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആരെയാണ് ഇവിടെ റെഗുലേറ്റ് ചെയ്യുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനിയെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ആര് പാസ്സാക്കിയതാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയതാണ്.
അവിടെ എന്ത് ചെയ്യുന്നു? The Court of Directors was required to submit the government all communications about civil and military affairs. അപ്പോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു കമ്പനിക്കും ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. കമ്പനിയുടെ അതിൽ ഷെയർ ഉള്ള, അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 24 അംഗങ്ങൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു കമ്പനി, ഒരു കുത്തക കമ്പനിയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഷെയർ ഹോൾഡേഴ്സ്, അതിൽ മാക്സിമം ഷെയർ ഹോൾഡ് ചെയ്യുന്ന 24 പേരടങ്ങുന്ന ഒരു അംഗമാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ റിക്വയർമെന്റ് അല്ലെങ്കിൽ അവരുടെ പർപ്പസ് എന്താ? റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം. അതിന് മുന്നേ കമ്പനി ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടി വന്നു. 1600 എന്ത് ചെയ്യുന്നു? നമുക്കറിയാവുന്നതാണ്, എലിസബത്ത് രാജ്ഞിയുടെ സമയത്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നത്. അന്നൊരു ചാർട്ടർ ആക്ടിലൂടെ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കുകയാണ്, ഈസ്റ്റിലേക്ക് പോയിട്ട് എന്ത് ചെയ്തോളൂ? കച്ചവടം ചെയ്തോളൂ. കച്ചവടം ചെയ്യാനുള്ള ലൈസൻസ് മാത്രമാണ് കിട്ടുന്നത്. കച്ചവടത്തിന് വേണ്ടി വന്ന ഇവരെന്ത് ചെയ്യുന്നു? 1757 പ്ലാസി യുദ്ധവും 64 ബക്സർ യുദ്ധവും അതിനുശേഷം പല യുദ്ധങ്ങളിലൂടെ വെട്ടിപ്പിടിച്ച് എന്ത് ചെയ്യുന്നു? ആ ഒരു ഏരിയ കേന്ദ്രീകരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് ഭരിക്കാൻ തീരുമാനിക്കുന്നു. ഭരണം ഇവരുടെ അജണ്ടയിൽ ഉള്ളതല്ല, അല്ലെങ്കിൽ ഇവരുടെ ലൈസൻസിൽ ഉള്ളതല്ല, അല്ലെ? അവരെന്തിനു വേണ്ടി വന്നതാണ്? കച്ചവടത്തിന് വേണ്ടി വന്നതാണ്. അപ്പം അവരെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് അവിടെ ഇരുന്നുകൊണ്ട് പാസ്സാക്കിയ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. ആ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഈ കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആരുടെ മുൻപാകെ ഡീറ്റെയിൽസ് സമർപ്പിക്കണം? സർക്കാരിന്റെ മുൻപാകെ. ഏത് സർക്കാരിന്റെ? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുൻപാകെ എന്ത് ചെയ്യണം? സമർപ്പിക്കണം, റിപ്പോർട്ട് കൈമാറണം. ഇനി ഗവർണർ ഓഫ് ബംഗാൾ, അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ ഒന്ന് ഉയർത്തിക്കൊണ്ട് ഗവർണർ ജനറൽ എന്ന് പറഞ്ഞ ഒരു പദവി കൊടുക്കണം. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഓർ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ. അദ്ദേഹത്തിന് 4 അംഗ കൗൺസിലും കൂടെ അദ്ദേഹത്തിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്നു. The Governor General in Council was given the power to superintend and control the presidencies of Madras and Bombay in matters of war and peace. യുദ്ധവും സമാധാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മദ്രാസ് പ്രസിഡൻസിയെയും ബോംബെ പ്രസിഡൻസിയെയും സൂപ്രിൻറ്റൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്ക് കൊടുക്കുന്നു? ഈ പുതുതായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഗവർണർ ജനറൽ ഇൻ കൗൺസിലിന് കൊടുക്കുന്നു. ആരാണ് ഈ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ? ഗവർണർ ഓഫ് ബംഗാൾ. ഗവർണർ ഓഫ് ബംഗാളിനെ സ്ഥാനക്കയറ്റം കിട്ടി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള ഒരു പദവി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് കുറെ കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. നമ്മൾ ആംഗ്ലോ മറാത്ത യുദ്ധത്തിനകത്ത് നമ്മുടെ രഘുനാഥ് റാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നടക്കുന്നത് ഈ ഒരു കൺഫ്യൂഷന്റെ ഭാഗമായിട്ടാണ്. ബോംബെ പ്രസിഡൻസിയായിട്ട് രഘുനാഥ് റാവു ഒരു ട്രീറ്റി ഒപ്പുവെക്കുന്നു. ആ ബോംബെ പ്രസിഡൻസിയായിട്ട് ഒപ്പുവെച്ച ട്രീറ്റിയെ കൽക്കട്ട കൗൺസിൽ എന്ത് ചെയ്യുന്നു? നെഗേറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ അധികാരം കൂടാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സന്ധികൾ ഒപ്പുവെക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. കാരണം റെഗുലേറ്റിംഗ് ആക്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എവിടെയാണ് ഈ സൂപ്രിൻറ്റൻഡ് ചെയ്യാനുള്ള അധികാരത്തിന്റെ അതിർവരമ്പ് എന്നുള്ള കാര്യത്തിനകത്ത് ഈ ആക്ടിൽ കാര്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നീട് പല പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. അടുത്ത ആക്ടിനകത്ത് അത് റെക്ടിഫൈ ചെയ്യുന്നുമുണ്ട്. ഓക്കെ, ഇനി ലെജിസ്ലേറ്റീവ് പവേഴ്സ് വർ ഗ്രാൻഡഡ് ടു ദ ഗവർണർ ജനറൽ ആൻഡ് കൗൺസിൽ ടു മേക്ക് റൂൾസ്, ഓർഡിനൻസസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ചട്ടങ്ങൾ ഉണ്ടാക്കാനും ഓർഡിനൻസ് ഉണ്ടാക്കാനും റെഗുലേഷൻസ് ഉണ്ടാക്കാനുള്ള അധികാരമൊക്കെ ആർക്ക് കൊടുക്കുകയാണ്? ഗവർണർ ജനറൽ ആൻഡ് കൗൺസിലിന് കൊടുക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അധികാര കേന്ദ്രീകരണമാണ് ഇവിടെ നടക്കുന്നത്. അധികാര കേന്ദ്രീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സർക്കാർ അതിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് വേണ്ടി, ഞാൻ പൊളിറ്റിയുടെ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് പറയുന്ന കാര്യമാണ്, ഒരു ഗവൺമെന്റിന്റെ അവയവങ്ങൾ എന്താണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, അല്ലെ? നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ സഭ, നീതിന്യായ വ്യവസ്ഥ. ഇത് മൂന്നും സെപ്പറേഷൻ ആയിരിക്കണം. ഇത് മൂന്നും എന്ത് ചെയ്യണം? സെപ്പറേറ്റഡ് ആയിരിക്കണം. മൂന്നിന്റെയും അധികാരങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡിമാർക്കേഷൻസ് വേണം. മൂന്ന് എൻറ്റിറ്റി ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്, അല്ലെ? ഇത് മൂന്നും ഒരാളുടെ കയ്യിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥ എന്താണ്? അയാൾ നിയമം ഉണ്ടാക്കുന്നു, അയാൾ തന്നെ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അയാൾ തന്നെ എന്ത് ചെയ്യുന്നു? ജുഡീഷ്യറി, അയാൾ തന്നെ അതിന്റെ കുറ്റവും അതിന്റെ ന്യായവും വിധിക്കുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യുന്നു? കമ്പനി ഓൾറെഡി എക്സിക്യൂട്ടീവ് ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അതിന്റെ പുറത്ത് കമ്പനിക്ക് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം കൂടെ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഇത്തരത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഏറ്റവും ആദ്യത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിക്കും? ബാരൻ ഹേസ്റ്റിങ്സ് ആണ്. ആ സമയത്ത് 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഭാഗമായിട്ട് കൽക്കട്ടയിൽ ഒരു സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൽ വന്നിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലീജ ഇംപെയാണ്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആ സമയത്ത് ആരെന്ന് ചോദിച്ചാൽ ലോർഡ് നോർത്ത് ആണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. ആ സമയത്ത് ബ്രിട്ടീഷ് രാജാവ് ആരാന്ന് ചോദിച്ചാൽ ജോർജ് മൂന്നാമനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഗുലേറ്റിംഗ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഞാൻ ഇത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഞാൻ സൈഡിൽ ഒരു മാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ്, അതിൻ്റെ താഴെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അതിൻ്റെ താഴെ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ, അതിൻ്റെ താഴെ ഗവർണർ ഓഫ് മദ്രാസ് ആൻഡ് ഗവർണർ ഓഫ് ബോംബെ. അടുത്ത ആക്ട് വരുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നത്. പിറ്റ്സ് ഇന്ത്യ ആക്ടിന് ആ പേര് വരാൻ കാരണം ആ സമയത്ത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിന്റെ പേരാണ് വില്യം പിറ്റ് ദ യങ്ങർ എന്നുള്ള അർത്ഥത്തിൽ. ദ കമ്പനി വാസ് റെപ്രസെന്റഡ് ബൈ ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബൈ ദ ബോർഡ് ഓഫ് കൺട്രോൾ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഫ്ലോ ചാർട്ട്, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ന് പറയുന്ന എൻറ്റിറ്റി അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന് പറയുന്ന എൻറ്റിറ്റി ഏറ്റവും മുകളിൽ വരുന്നു.
അതിൻ്റെ താഴെ ഒരു ബോർഡ് ഓഫ് കൺട്രോളിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ബോർഡ് ഓഫ് കൺട്രോളിന്റെ താഴെയാണ് ആര് വരുന്നത്? ഇപ്പോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ 24ഓളം വരുന്ന ഷെയർ ഹോൾഡേഴ്സ് വരുന്നത്. അതിൻ്റെ താഴെയാണ് ആര് വരുന്നത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് ആര് വരുന്നു? ഗവർണർ ജനറൽ ഓഫ് ബോംബെ ആൻഡ് ഗവർണർ ജനറൽ ഓഫ് മദ്രാസ്. ഈ രീതിയിലൊരു ഹൈറാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദ ആക്ട് ക്ലിയർലി സ്റ്റേറ്റഡ് ദാറ്റ് ദ പ്രസിഡൻസീസ് ഓഫ് മദ്രാസ് ആൻഡ് ബോംബെ വർ ടു ബി സബോർഡിനേറ്റ് ടു ദ പ്രസിഡൻസി ഓഫ് ബംഗാൾ ഇൻ ഓൾ മാറ്റേഴ്സ് ഓഫ് വാർ, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ആൻഡ് റവന്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ കൺഫ്യൂഷൻ വില്യം പിറ്റ് ദ യങ്ങർ എന്ത് ചെയ്യുന്നു? തീർത്തു കൊടുക്കുന്നു. രഘുനാഥ് റാവുമായിട്ടുള്ള ട്രീറ്റിയിൽ ഒപ്പുവയ്ക്കുന്ന ട്രീറ്റി ഓഫ് സാൽബയുടെ സമയത്ത്, ട്രീറ്റി ഓഫ് പുരന്തറിന്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ എന്ത് ചെയ്യുന്നു? ഇവിടെ തീർപ്പ് കൽപ്പിക്കുകയാണ്. ബോംബെയും മദ്രാസും ബംഗാളിന്റെ സബോർഡിനേറ്റ്സ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ അവർ എന്ത് ചെയ്യുന്നു? ഉറപ്പുവയ്ക്കും. ഓക്കെ, അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ടിനകത്ത് പ്രധാനപ്പെട്ട 2 പ്രൊവിഷൻസ് ആണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി ചാർട്ടർ ആക്ട് ഓഫ് 1793. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് 1773 വരുന്ന സമയത്ത് കമ്പനിയുടെ ഇന്ത്യയിൽ കച്ചവടം ചെയ്യാനുള്ള അധികാരത്തെ അല്ലെങ്കിൽ അതിന്റെ ലൈസൻസിനെ 20 കൊല്ലത്തേക്ക് പുതുക്കി കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 20 കൊല്ലം 1793 ആകുമ്പോൾ കമ്പനിയുടെ ലൈസൻസിന്റെ കാലാവധി കഴിയുന്നു. വീണ്ടും 20 കൊല്ലത്തേക്ക് പുതുക്കിക്കൊണ്ട് ചാർട്ടർ ആക്ട് ഓഫ് 1793 വരുന്നു. അപ്പോൾ 1793 ചാർട്ടർ ആക്ടിനകത്ത് പറയാണ് കമ്പനിക്ക് 20 കൊല്ലം കൂടെ ഇന്ത്യയിൽ കച്ചവടം ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ ലൈസൻസിന്റെ കാലാവധി തീരുന്ന എപ്പോഴാണ്? 1813. 1813 അടുത്ത ചാർട്ടർ ആക്ട് വരിക. ആ ആക്ടിനകത്ത് വീണ്ടും 20 കൊല്ലത്തേക്ക് പുതുക്കി കൊടുക്കുന്നു. അപ്പോൾ 1833 അടുത്ത ചാർട്ടർ ആക്ട് വരുന്നു. 33 വീണ്ടും 20 കൊല്ലത്തേക്ക് പുതുക്കി കൊടുക്കുന്നു. അപ്പോൾ 1853 അടുത്ത ചാർട്ടർ ആക്ട് വരുന്നു. അങ്ങനെ നമ്മൾ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1773 കമ്പനിയെ ആദ്യമായി റെഗുലേറ്റ് ചെയ്യുന്നു. 1793 കമ്പനിയുടെ ലൈസൻസ് കഴിഞ്ഞപ്പോൾ വീണ്ടും പുതുക്കുന്നു. 1813 വീണ്ടും പുതുക്കുന്നു. 1833 വീണ്ടും പുതുക്കുന്നു. 1853 വീണ്ടും പുതുക്കുന്നു. അപ്പോൾ ലൈസൻസ് ഓരോ വർഷം കൂടുമ്പോൾ പുതുക്കി കൊടുക്കുകയാണ്. 773 ചില പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി 784 പിറ്റ്സ് ഇന്ത്യ ആക്ടിനകത്ത് ചില പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് 73 റെഗുലേറ്റിംഗ് ആക്ടിന് ചില പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടുള്ള നിയമം പ്രാബല്യത്തിൽ വരുന്നു. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 1793 ചാർട്ടർ ആക്ടിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്? ബോർഡ് ഓഫ് കൺട്രോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിന് നേരെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോഡി വരുന്നു. അതിന്റെ പ്രസിഡന്റ് ആയിട്ട് ആരാണ് വരുന്നത്? ഹെൻറി ഡണ്ടസ് ആണ് വരുന്നത്. ഇത് ഇത്തവണത്തെ NTPC CBT 1 ഗ്രാജുവേറ്റ് ലെവലിൽ ചോദിച്ച ചോദ്യമാണ്. 1793 ചാർട്ടർ ആക്ടിന്റെ പുറപ്പെടുന്ന സമയത്ത് ആരായിരുന്നു ബോർഡ് ഓഫ് കൺട്രോള്? നമ്മുടെ ക്ലാസ്സിനകത്ത് പഠിപ്പിച്ച കാര്യമാണ്. നേരിട്ട് ഇതേ ചോദ്യം തന്നെ നമ്മുടെ NTPC എക്സാം ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഓക്കെ, ദ ഗവർണർ ജനറൽസ് ആൻഡ് ഗവർണേഴ്സ് പവർ ടു ഓവർ റൂൾ ദെയർ കൗൺസിൽ വർ എംഫസൈസ്ഡ് ആൻഡ് എക്സ്പ്ലെയിൻഡ്. അപ്പോൾ നമുക്കറിയാം ഗവർണർ ജനറൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്നാൽ ആ കൗൺസിൽ ആയിട്ട് ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളെ പോലും ഓവർ റൈഡ് ചെയ്യാനുള്ള അധികാരം ആർക്ക് കൊടുക്കുന്നു? ഗവർണർ ജനറൽ അല്ലെങ്കിൽ ഗവർണർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. എവിടെ? ചാർട്ടർ ആക്ട് ഓഫ് 1793. ഇത് ലോർഡ് കോൺവാലിസ് എന്ത് ചെയ്തതാണ്? കോൺവാലിസ് ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് പാർലമെന്റിനകത്ത് അവതരിപ്പിച്ച് അദ്ദേഹം നേടിയെടുത്ത ഒരു അധികാരമാണ്. ലോർഡ് കോൺവാലിസിന് ഈ സമയത്ത് കുറെ പ്രത്യേകതകളുണ്ട്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ജോർജ് വാഷിംഗ്ടണിനോട് തോറ്റതിന് ശേഷമാണ് ലോർഡ് കോൺവാലിസ് ഒരു പണിയില്ലാതിരിക്കുമ്പോൾ എങ്ങോട്ട് വരുന്നത്? ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ സമയത്താണ് കോൺവാലിസ് കോഡ്, റവന്യൂ കോഡ് വരുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ചാർട്ടർ ആക്ടുകളുടെയൊക്കെ പിന്നിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി ഈ ആക്ടിനകത്ത് ഓൾറെഡി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ആണ്. ചരിത്രവും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റും ഒരുമിച്ച് എന്താ പറയുന്ന ഒരേ സമാന്തര രേഖകളിൽ പോകുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾ ലോസ് റിലേറ്റിംഗ് ടു ദ റൈറ്റ്സ് ഓഫ് ദ പേഴ്സൺ ആൻഡ് പ്രോപ്പർട്ടി should be printed with translation in Indian languages and prefixed with the statements of grounds on which they were enacted. ചാർട്ടർ ആക്ട് ഓഫ് 1793 നമുക്കറിയാം ഓറിയന്റലിസ്റ്റുകൾ അതുപോലെ തന്നെ ആംഗ്ലിസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചിന്താധാരകളെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓറിയന്റലിസം എന്ന് പറഞ്ഞാൽ ലുക്ക് ടു ദ ഈസ്റ്റ് എന്ന കൺസെപ്റ്റ് ഉള്ള ആളുകൾ. ആംഗ്ലിസിസ്റ്റ് എന്ന് പറയുന്ന 2 ചിന്താധാരകൾ. ആംഗ്ലിസിസ്റ്റ് എന്ന് പറയുന്നവർ വെസ്റ്റേൺ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നവരും ഓറിയന്റലിസം എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ കൾച്ചറെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരുമാണ്. ആദ്യകാല ബ്രിട്ടീഷ് ഗവർണർ ജനറൽസ് എല്ലാം ഓറിയന്റലിസ്റ്റുകളായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ ഭാഷയെ പഠിച്ചുകൊണ്ട് അവരെ ഭരിക്കാം എന്നുള്ള തീരുമാനത്തിൽ എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്ന ആളുകളായിരുന്നു. എന്നാൽ പിന്നീട് വന്ന ഗവർണർ ജനറൽസ് എന്ത് തീരുമാനിക്കുകയാണ്? എന്തിനാണ് ഞങ്ങൾ ഈ പറയുന്ന സംസ്കൃതവും ഉറുദുവും ഹിന്ദിയും ഒക്കെ പഠിച്ചെടുക്കുന്നത്? നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇംഗ്ലീഷ് അവരെ പഠിപ്പിച്ചാൽ പോരെ എന്നുള്ളൊരു ഇത് വരുന്നു. അപ്പോൾ ഈ ചാർട്ടർ ആക്ട് ഓഫ് 1793 ഈ പ്രൊവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പറയുന്നത് ഇനി മുതൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ കമ്പനിക്ക് റൂൾസും റെഗുലേഷൻസും ഉണ്ടാക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് പാർലമെന്റ് പതിച്ചു കൊടുത്തിട്ടുണ്ട്.
ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കുത്തക കമ്പനിക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് ഒരു നാട് ഭരിക്കാനുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ഒരു രാജ്യത്തെ സർക്കാർ അനുവദിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നിയമനിർമ്മാണ സഭ അനുവദിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ അവർ നിയമം ഉണ്ടാക്കുകയാണ്. കമ്പനിയാണ് കമ്പനിക്ക് ഇഷ്ടം അനുസരിച്ച് എന്ത് ചെയ്യുന്നത്, നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ആ നാട്ടിലെ ആളുകളെ ഭരിക്കുന്നതിനും അവരുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും തീരുമാനിക്കുന്ന ഒരു കമ്പനിയാണ്, ഒരു ബ്രിട്ടീഷ് പ്രൈവറ്റ് കമ്പനി തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1793 ചാർട്ടർ ആക്ടിൽ കമ്പനിയുടെ ലൈസൻസ് പുതുക്കിയപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, കമ്പനിക്ക് ഭരിക്കാം, നിങ്ങൾക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യാം, ആ നാട് അടക്കി ഭരിക്കാം. പക്ഷെ അടക്കി ഭരിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ, റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ ഇന്ത്യൻ ലാംഗ്വേജിലൂടെ, ആ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കൂടെ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് ആര് പറയുന്നു, ബ്രിട്ടീഷ് പാർലമെന്റ് പറയുന്നു. ആൻഡ് ഈ നിയമങ്ങളൊക്കെ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കുന്നതാണ്. ഇത് ഇവിടുത്തെ എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ ഒരു ചോദ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചാർട്ടർ ആക്ട് ഓഫ് 1793 കഴിയുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു. അടുത്ത 20 വർഷത്തിന് ശേഷം കമ്പനിയുടെ ലൈസൻസ് പുതുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ചാർട്ടർ ആക്ട് ഓഫ് 1813 വരുന്നു. The government decided to allow British subjects access to India with their ships. അപ്പോൾ ഇതിന് മുന്നേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനിക്ക് 1600 കിട്ടിയ ചാർട്ടർ വെച്ചുകൊണ്ട് ആ കമ്പനി മാത്രമാണ് ഇന്ത്യയിൽ കച്ചവടത്തിന് വേണ്ടി വന്നിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനി മാത്രമാണ് ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടി വന്നിരുന്നത്. മറ്റ് ബ്രിട്ടീഷ് സബ്ജക്റ്റുകളൊന്നും തന്നെ ഇന്ത്യയിലേക്ക് പ്രവേശനം ഇല്ലാതിരുന്നു. എന്നാൽ 1813 ഗവൺമെന്റ്, ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്ന പുതിയ ലൈസൻസ് പ്രകാരം എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ കൊമേഴ്ഷ്യൽ മോണോപോളി അവസാനിപ്പിക്കുന്നു. ടീയിലും ഓപ്പിയത്തിലും ചൈനയായിട്ടുള്ള ട്രേഡിലും മാത്രമാണ് ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനിക്ക് കുത്തക അവകാശമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയുള്ളിടത്തുള്ള കൊമേഴ്ഷ്യൽ മോണോപോളി അവസാനിക്കുന്നു. മറ്റ് ബ്രിട്ടീഷ് സബ്ജക്റ്റുകൾക്ക് ഇന്ത്യയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നു. എന്താണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ കഥ? അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അറിയുന്ന കുട്ടികളുണ്ടായിരിക്കും, അറിയാത്തവർ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും, പ്രത്യേകിച്ച് ഇപ്പോൾ RRB കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷയ്ക്ക് പോലും ചോദ്യങ്ങൾ, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഫാക്റ്റുകൾ, അനുബന്ധ ഫാക്റ്റുകൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. 1813 എന്ന് പറയുമ്പോൾ നമ്മൾ ലോക ചരിത്രം പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണത്. ആരാണത്? നെപ്പോളിയൻ. അപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസ് ഭരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ യൂറോപ്പിന്റെ കോണ്ടിനെന്റ് അടക്കി ഭരിക്കുന്ന സമയത്താണ് ഈ ചാർട്ടർ ആക്ട് വരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ബ്രിട്ടനിൽ മാത്രം നിലവിലുള്ള ഒരു കമ്പനിയാണ്. ബ്രിട്ടനിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ മാത്രം നിലവിലുള്ളതാണ്. ബ്രിട്ടീഷിലെ ഒരു, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ഒരു കമ്പനി മാത്രമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. അവിടെ ആ രീതിയിലുള്ള ഒരുപാട് കച്ചവടക്കാരുണ്ട്, ഒരുപാട് മറ്റ് മൾട്ടി നാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ മറ്റ് കമ്പനീസ് ഉണ്ട്, കോർപ്പറേറ്റുകളുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു പർട്ടിക്കുലർ ചാർട്ടർ ആക്ടിലൂടെ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ ട്രേഡ് നടത്താനുള്ള, ഇന്ത്യയിലെ ട്രേഡിന്റെ മോണോപോളി, കുത്തക അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് മാത്രമേ ബ്രിട്ടനിൽ നിന്നും വന്ന് ഇന്ത്യയിൽ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ചാർട്ടർ ആക്ട് കൊടുക്കുന്നത്. 1813 അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടർ ആക്ടിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹത്തിന്റെ കോണ്ടിനെന്റൽ ഈ പറയുന്ന ഇതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള ആളുകൾക്ക് ആർക്കും തന്നെ മെയിൻലാൻഡിലേക്ക്, യൂറോപ്യൻ മെയിൻലാൻഡിലേക്ക് കച്ചവടം ചെയ്യാനായിട്ട് വരാൻ പറ്റാത്ത രീതിയിൽ കോണ്ടിനെന്റിനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഇംഗ്ലീഷുകാർ ആരെങ്കിലും കച്ചവടത്തിന് വേണ്ടി യൂറോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നെപ്പോളിയൻ അവരെന്ത് ചെയ്യുന്നു, തുരത്തുന്നു. അങ്ങനെ വരുമ്പോൾ മറ്റ് കമ്പനികൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലാതെ യൂറോപ്പിലെ ട്രേഡിന് വേണ്ടി പോയിരുന്ന മറ്റ് കമ്പനികൾക്ക് കാര്യമായിട്ടുള്ള നഷ്ടം വരുമ്പോൾ അവർ നോക്കുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, ഒറ്റയ്ക്ക് ഇന്ത്യയിൽ നിന്ന് കൊള്ളലാഭം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഞങ്ങളുടെ കച്ചവടം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഏരിയ എന്തായിരുന്നു, യൂറോപ്പായിരുന്നു. യൂറോപ്പിൽ തന്നെ നെപ്പോളിയൻ ഞങ്ങൾ കടക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ആ സമയത്ത് ഫ്രഞ്ച് റവല്യൂഷനൊക്കെ കഴിഞ്ഞ് ഈ പറയുന്ന അത്തരത്തിലുള്ള വിപ്ലവങ്ങൾ യൂറോപ്പിലെ പല മേഖലകളിലും പടർന്നു പിടിക്കുന്ന സമയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികൾ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് പാർലമെന്റിന്റെ മുകളിൽ പ്രഷറൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നിലവിൽ വന്നൊരു നിയമമാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813. അതിന്റെ ഭാഗമായിട്ട് ക്രിസ്ത്യൻ മിഷണറികൾക്ക് ഇന്ത്യ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. മറ്റ് കമ്പനികൾക്ക് ഇന്ത്യയിൽ കച്ചവടം ചെയ്യാന്ന് പറയുന്നത്, അതുകൊണ്ടാണ് കമ്പനിയുടെ കൊമേഴ്ഷ്യൽ മോണോപോളി എൻഡ് ചെയ്തു എന്ന് പറയുന്നത്. പക്ഷെ കമ്പനിക്ക് അപ്പോഴും കുത്തകമായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്ന ഇവിടെ മാത്രമാണ് ടീ ആൻഡ് ഓപ്പിയം ട്രേഡ് വിത്ത് ചൈന. ചായയുടെ കേസിൽ, അതുപോലെ തന്നെ ഓപ്പിയം ട്രേഡിന്റെ കേസിൽ ട്രേഡ് വിത്ത് ചൈനയായിട്ടുള്ള വ്യാപാരം, ഈ 3 കാര്യങ്ങളിലും കമ്പനിക്ക് എന്തുണ്ട്, കുത്തകാവകാശമുണ്ട്. ആ 3 ട്രേഡുകളും ഇപ്പോഴും കമ്പനി മാത്രമാണ് ചെയ്യുന്നത്. ഏത് കമ്പനി? ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ സ്പൈസസിന്റെ കേസിലും ബാക്കിയുള്ള കാര്യങ്ങളിലും വേറെ കമ്പനികൾക്കോ മറ്റ് പ്രൈവറ്റ് ട്രേഡേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, ഇന്ത്യയിലേക്ക് കടന്നു വരാനുള്ള അവകാശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണ്. ദ ആക്ട് എക്സ്പ്രസീവ്ലി അസേർട്ടഡ് ദ ക്രൗൺസ് സോവർണിറ്റി ഓവർ ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പോൾ ഇതിലൂടെ
ക്രൗണിന്റെ സോവറിനിറ്റി ബ്രിട്ടീഷ് ഇന്ത്യയുടെ മുകളിൽ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാണ്. കമ്പനിയെ ഞങ്ങൾ ഭരിക്കുന്ന ഒരാളായിട്ട് അവിടെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഒരു കാര്യസ്ഥനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ശരിക്ക് അത് ആരുടെ പ്രോപ്പർട്ടി തന്നെയാണ്? ക്രൗണിന്റെ പ്രോപ്പർട്ടി തന്നെയാണ് എന്ത് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് ഈ ആക്ടിനകത്ത് അടിവരയിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല 1,00,000 രൂപ ആനുവലി വാർഷികമായിട്ട് ഇംപ്രൂവ്മെന്റ് ഓഫ് ലിറ്റററി ആൻഡ് സയന്റിഫിക് നോളജിന് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യമായിട്ട് ഇന്ത്യയിലുള്ള ആളുകളുടെ സയന്റിഫിക് നോളജിനും അതുപോലെ തന്നെ ലിറ്റററി ആൻഡ് സയന്റിഫിക് നോളജിന് വേണ്ടിയിട്ട് 1,00,000 രൂപ മാറ്റി വെക്കുന്നത് ഏത് നിയമത്തിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർട്ടർ ആക്ട് ഓഫ് 1813. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നു. കൃത്യം 20 വർഷത്തിന് ശേഷം ടീ ട്രേഡും അതുപോലെ തന്നെ ചൈന ട്രേഡും എന്ത് ചെയ്യുന്നു? അതിനകത്തുള്ള മോണോപോളി അവസാനിപ്പിക്കുന്നു. കമ്പനി എന്തുമാത്രമായിട്ട് മാറുന്നു? കേവലം ഒരു കാര്യസ്ഥൻ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫംഗ്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു എൻറ്റിറ്റി മാത്രമായിട്ട് മാറുന്നു. ദ പ്രസിഡന്റ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ ബിക്കേം ദ മിനിസ്റ്റർ ഫോർ ഇന്ത്യൻ അഫയേഴ്സ്. അപ്പോൾ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ മുകളിലുള്ള ആ ഒരു ബോഡിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ, ഇന്ത്യൻ അഫയേഴ്സിനെ പറ്റിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യാൻ കഴിവുള്ള ഒരു മന്ത്രിയായിട്ട് മാറുന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പദവിയെ മാറ്റിക്കൊണ്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പദവി വയ്ക്കുന്നു. ഗവർണർ ജനറൽ ഇൻ കൗൺസിലിന് എന്ത് കൊടുക്കുന്നു? ദ പവർ ടു ലെജിസ്ലേറ്റ് ഫോർ ദ വോൾ ഓഫ് ബ്രിട്ടീഷ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ. നിയമനിർമ്മാണത്തിനുള്ള അധികാരം കൃത്യമായിട്ട് കൊടുക്കുന്നു. ഏത് ആക്ടിലൂടെ? 1833 ചാർട്ടർ ആക്ടിലൂടെ. അപ്പോൾ നിയമനിർമ്മാണത്തിന് വേണ്ടി കൊടുക്കുന്ന അധികാരത്തിലൂടെ ഒരാളെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കൗൺസിലിനകത്ത് ഒരു ആളെ കൂടെ ആഡ് ചെയ്യുന്നു. ഏത് മെമ്പറാണത്? ലോ മെമ്പർ. ഒരു ലോ മെമ്പറെ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യപ്പെട്ട ലോ മെമ്പറാണ് ആര്? മെക്കോളെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൂടെ ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. അങ്ങനെ 1833 ചാർട്ടർ ആക്ട് എത്തി. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 1853 ചാർട്ടർ ആക്ട് ആണ്. വീണ്ടും 20 വർഷം കഴിയുമ്പോൾ കമ്പനിയുടെ ട്രേഡിന്റെ ഈ പറയുന്ന ലൈസൻസ് പുതുക്കി കൊടുക്കാനായിട്ട് പോവാണ്. പക്ഷേ 1853 ചാർട്ടർ ആക്ടിനകത്ത് അടുത്ത 20 വർഷം എന്നല്ല, ഇൻഡെഫിനിറ്റ് പീരീഡ് എന്ന് ഓർത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിൽ കമ്പനിയുടെ ലൈസൻസ് എടുത്ത് കളയാം എന്നുള്ളൊരു പ്രൊവിഷൻ നമുക്ക് ഈ ചാർട്ടർ ആക്ട് 1853 കാണാനായിട്ട് പറ്റും. ബാക്കി എല്ലാ ആക്ടിനകത്തും 20 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നു? കമ്പനിയുടെ ലൈസൻസ് പുതുക്കാനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത ഇത്ര കാലത്തേക്ക് എന്ന് പറഞ്ഞിട്ടല്ല കൊടുക്കുന്നത്. ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് പറയുന്നത്. ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് അല്ല. ഇത്ര സമയം എന്ന് ഡെഫിനിറ്റ് ആയിട്ട് അവിടെ പറയുന്നില്ല. ഇനി മെമ്പേഴ്സ് ഓഫ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പിനെ 24 പേരുണ്ടായിരുന്നതിൽ നിന്ന് എത്രയായിട്ട് കുറച്ചു? 18 പേരായിട്ട് കുറച്ചു. An act provided for the separation of executive and legislative function. ഇത് ചോദിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ NTPCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ. നിയമനിർമ്മാണവും കാര്യനിർവഹണ സഭയും തമ്മിലുള്ള സെപ്പറേഷൻ ഏറ്റവും ആദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഏത് നിയമത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1853 ചാർട്ടർ ആക്ടിനകത്താണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എങ്ങനെയാണ്? ബൈ ആഡിങ് ന്യൂ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് പർപ്പസസ്. നിയമനിർമ്മാണത്തിന് വേണ്ടി പുതിയ ആളുകളെ ആഡ് ചെയ്യുന്നതിലൂടെയാണ് അത് കാര്യം നടപ്പിലാക്കുന്നത്. ലോ മെമ്പറെ എന്താക്കി മാറ്റുന്നു? ഫുൾ മെമ്പറാക്കി മാറ്റുന്നു. ഇനി ഗവർണർ ജനറലുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ആൻഡ് ദിസ് കൗൺസിൽ വൈൽ സിറ്റിംഗ് ഇൻ ഇറ്റ്സ് ലെജിസ്ലേറ്റീവ് കപ്പാസിറ്റി വാസ് എൻലാർജ്ഡ് ബൈ അഡീഷൻ ഓഫ് 6 മെമ്പേഴ്സ്. ചീഫ് ജസ്റ്റിസ് ആൻഡ് പുസീൻ ജഡ്ജ്, കൽക്കട്ട സുപ്രീം കോർട്ട്, മെമ്പേഴ്സ് ഫ്രം ബംഗാൾ, മദ്രാസ്, ബോംബെ ആൻഡ് നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ്. ഈ രീതിയിലാണ് അതിൻ്റെ ആക്ട് ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നതിന് പകരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയായി ഓൾറെഡി 1833 ചാർട്ടർ ആക്ടിലൂടെ. 1853 ചാർട്ടർ ആക്ടിനകത്ത് ഗവർണർ ജനറൽക്ക് എന്തുണ്ട്? ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. അതിനകത്ത് ഒരു ലോ മെമ്പർ അടങ്ങുന്ന 4 പേരാണ് ഉണ്ടായിരുന്നത്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവ് കൗൺസിലുള്ള 4 പേരുടെ പുറമെ ഒരു 6 പേര് കൂടെ വരും. അപ്പോൾ ഇതിനകത്ത് ആരുണ്ട്? ഇതിനകത്ത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ട്. ഇതിനകത്തും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ട്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കൂടെ ഒരു 4 അംഗ കൗൺസിൽ. ഇവരാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണ സഭ. ഇന്നത്തെ മന്ത്രിസഭയ്ക്ക് സമം. ഇത് ഇന്നത്തെ നിയമസഭയ്ക്ക് സമം. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് നമുക്കറിയാം നിയമസഭ. ഇന്നത്തെ നിയമസഭയ്ക്ക് സമം. അപ്പൊ ഈ നിയമസഭയിൽ ആരുണ്ട്? ഈ മന്ത്രിസഭയിലുള്ള 4 അംഗങ്ങൾ, അതായത് എക്സിക്യൂട്ടീവ് കൗൺസിലിനകത്തുള്ള 4 അംഗങ്ങൾ, അതിന് പുറമെ എത്ര പേര് കൂടി ഉണ്ട്? 6 പേരും കൂടി ഉണ്ട്. ആ 6 പേര് ആരൊക്കെയാണ്? 1 ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി, കൽക്കട്ട സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. 2 അവിടുത്തെ സാധാരണ ഒരു ജഡ്ജ്. 3 ബംഗാളിലെ, മദ്രാസിലെ, ബോംബെയിലെ, നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസ് തുടങ്ങിയ 4 പ്രവിശ്യകളിൽ നിന്നുള്ള 4 അംഗങ്ങൾ. അങ്ങനെ 6 പേര് എക്സ്ട്രാ. അപ്പോൾ ഈ സഭ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിയമനിർമ്മാണ സഭയായിട്ട് കൂടുമ്പോൾ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ കൂടെ ഈ 6 പേരും കൂടെ ചേർന്നിരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിയമം ഉണ്ടാക്കുന്നത്. അപ്പോൾ 10 പേരാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കുന്നത്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഈ പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ അധികാരമുള്ളത് ഈ 10 പേർക്കാണ്. 10 പേര് കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് നിയമം ഉണ്ടാക്കുന്നത്. എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ 4 പേര് കൂടെ ചേർന്നാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്.
മനസ്സിലാവുന്നുണ്ട്. അത്രയ്ക്കും അധികാര കേന്ദ്രീകരണമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇനി ദ എക്സിക്യൂട്ടീവ് കൗൺസിൽ റീറ്റെയിൻഡ് ദ പവർ ടു വീറ്റോ എ ബിൽ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. സപ്പോസ് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിനകത്ത് 6 പേരുണ്ട്. അപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ഭൂരിപക്ഷം ഈ പറയുന്ന ആളുകളാണ്. അവർ ഉണ്ടാക്കുന്ന ഒരു നിയമത്തെ വീറ്റോ ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? എക്സിക്യൂട്ടീവ് കൗൺസിലിന് പറ്റും, മന്ത്രിസഭയ്ക്ക് പറ്റും. അപ്പോൾ നിയമനിർമ്മാണ സഭ വെറും പത്രത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഒരു മാറ്റം വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് കൺട്രോൾ ഓവർ അപ്പോയിന്റ്മെന്റ്സ് വാസ് കർട്ടെയിൽഡ് ബൈ ഇൻട്രൊഡക്ഷൻ ഓഫ് കോമ്പറ്റീഷൻ ഫോർ ദ റിക്രൂട്ട്മെന്റ് ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏത് ആക്ടിലൂടെയാണ് ചോദിച്ചു? ഏത് ആക്ടാണ്? ചാർട്ടർ ആക്ട് ഓഫ് 1853 ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇത്രയും ആക്ടുകളാണ് ചാർട്ടർ ആക്ടുകളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 1773 റെഗുലേറ്റിംഗ് ആക്ട്, 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്, 1793 ചാർട്ടർ ആക്ട്, 1813 ചാർട്ടർ ആക്ട്, 1833 ചാർട്ടർ ആക്ട്, 1853 ചാർട്ടർ ആക്ട്. ഇത്രയും ആക്ടുകളാണ് നമുക്ക് ചാർട്ടർ ആക്ട്, അതായത് കമ്പനി ഭരണകാലത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്? ആക്ട്സ് ഡ്യൂറിങ് ക്രൗൺ റൂൾ. 1857 ശിപ്പായി ലഹളയ്ക്ക് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയെ എന്ത് ചെയ്യുന്നു? ബ്രിട്ടൻ നേരിട്ട് ഭരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ ഇരുന്നുകൊണ്ട് നിയമങ്ങൾ നേരിട്ട് പാസ്സാക്കാനായിട്ട് തുടങ്ങുന്നു. ആക്ട്സ് ഡ്യൂറിങ് ക്രൗൺ റൂൾ. അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോസ് വാസ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലിക്വിഡേറ്റഡ് ആൻഡ് ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറീസ് റൂൾഡ് ഇൻ ദ നെയിം ഓഫ് ബ്രിട്ടീഷ് ക്യൂൻ? ഏത് ആക്ട് ആണ്? ഡയറക്റ്റ് ചോദ്യമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. In which year did the government accept separate electorates for the Muslims? ഏത് ആക്ടിനകത്താണ്? 1909 മിന്റോ മോർലി റിഫോംസിനകത്താണ് എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിംസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇനി ഇത്തവണത്തെ ചോദിച്ച 2 ചോദ്യങ്ങൾ നോക്കാം. വെൻ വാസ് ദ ഡെസിഗ്നേഷൻ ഓഫ് ഗവർണർ ജനറൽ ഇൻ ഇന്ത്യ പ്രൊമോട്ടഡ് ആസ് എ വൈസ്രോയ് ഓർ ക്രൗൺസ് റെപ്രസെൻറ്റേറ്റീവ് എന്നാണ് 1858 ആക്ടിലൂടെയാണ്. അതുപോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് allowed the crown to take governance from the ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഏതാണ്? 1858 ആക്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് അത്രയും ഓക്കെയാണ്. നമ്മളത് ഇതിനകത്തെ റിവിഷനിലേക്ക് കടക്കുമ്പോൾ 1858 ആക്ട്, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആക്ട് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേര്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അത് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 2, 1858 നിലവിൽ വന്നത്. അതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? 1857 ശിപ്പായി ലഹള. ഇത് എന്താണ് സംഭവിച്ചത്? ഈ ആക്ടിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അധികാരത്തെ രാജ്ഞിയുടെ കയ്യിലേക്ക്, അല്ലെങ്കിൽ ക്രൗണിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇനി ഇന്ത്യ ഷാൽ ബി ഗവേൺഡ് ആൻഡ് ഇൻ ദ നെയിം ഓഫ് ദ സോവറിൻ ത്രൂ വൺ ഓഫ് ദ പ്രിൻസിപ്പൽ സെക്രട്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ്, അഥവാ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, അസിസ്റ്റഡ് ബൈ കൗൺസിൽ ഓഫ് 15 മെമ്പേഴ്സ്. അപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു രീതി എങ്ങനെയാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റവും മുകളിൽ, അതിന് മുന്നിൽ ബോർഡ് ഓഫ് കൺട്രോൾ, അതിൻ്റെ താഴെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അതിൻ്റെ താഴെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, അതിൻ്റെ താഴെ ഗവർണർ ജനറൽ ഓഫ് ബോംബെ ആൻഡ് ഗവർണർ ജനറൽ ഓഫ് മദ്രാസ്. ഈ രീതിയിലായിരുന്നു ഹൈറാർക്കി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിനോട് ഇന്ത്യൻ അഫയേഴ്സിനെ പറ്റി കാര്യങ്ങൾ പറയുന്നത് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ബോർഡ് ഓഫ് കൺട്രോൾ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് ഓഫ് കൺട്രോളിനോട് ആൻസറബിൾ ആണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനോട് ആൻസറബിൾ ആണ്. ഗവർണർ ജനറൽ ഓഫ് മദ്രാസ് ആൻഡ് ബോംബെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയോട് ആൻസറബിൾ ആണ്. ഈ രീതിയിലാണ് ബിഫോർ 1857 എന്ത് ചെയ്തിരുന്നത്? നിയമങ്ങൾ വന്നിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റവും മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ക്രൗണിനെ പ്രതിഷ്ഠിക്കാം. ബ്രിട്ടീഷ് പാർലമെന്റും ക്രൗണുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ബ്രിട്ടീഷ് പാർലമെന്റിന്റെ താഴെയായിട്ട് വരുന്നത് ആരാണ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് വരുന്നു. അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്തുകൊണ്ട് 15 അംഗ കൗൺസിൽ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് നേരെ താഴെയായിട്ട് ആര് വരുന്നതാണ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് നേരെ താഴെയായിട്ട് വൈസ്രോയ് എന്ന് പറയുന്ന ഒരു പദവി വരുന്നു. വൈസ്രോയുടെ താഴെ ഓരോ പ്രൊവിൻസിലെയും ഗവർണർമാർ വരുന്നു, ഗവർണർ ജനറൽമാർ വരുന്നു. ഈ രീതിയാണ് പുതിയ ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രിട്ടീഷ് പാർലമെന്റിനോട് ഇന്ത്യൻ അഫയേഴ്സിനെ പറ്റി പറയുന്ന ആരാന്ന് വെച്ചാൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് ആരാ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ വൈസ്രോയ് ആണ്. വൈസ്രോയ്ക്ക് അതാത് പ്രവിശ്യകളിൽ നിന്നും ഗവർണർ ജനറൽമാർ അധികാരം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നു? ഒരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ലോർഡ് സ്റ്റാൻലി എന്ന് പറയുന്ന വ്യക്തിയാണ് ഏറ്റവും ആദ്യത്തെ ഇത്തരത്തിലുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടിരുന്നത്. കൗൺസിൽ എന്ന് പറയുന്നത് അഡ്വൈസറി നേച്ചർ ഉള്ളത് മാത്രമാണ്. ഫൈനൽ ഡെസിഷൻ ആരുടെ തീരുമാനം തന്നെയാണ്? സെക്രട്ടറിയുടെ തീരുമാനം തന്നെയാണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയെ ടൈറ്റിൽ ഓഫ് വൈസ്രോയ് എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തിട്ട് ആദരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോസ്റ്റ് അവിടെ നിന്ന് മാറുന്നില്ല, പകരം വൈസ്രോയ് എന്ന് പറയുന്ന ഒരു പദവി അദ്ദേഹത്തിന് കൊടുക്കുന്നു. ലോർഡ് കാനിങ് ആണ് ഏറ്റവും ആദ്യത്തെ വൈസ്രോയ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ദ ക്രിയേഷൻ ഓഫ് ആൻ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ എന്ത് ചെയ്യുന്നു? ഇവിടെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഓർത്തിരിക്കുക. ഇനി
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 എന്ത് ചെയ്യുന്നു, നിലവിൽ വരുന്നു. ഇവിടെ ഒരു ഡ്യുവൽ ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ കൃത്യമായിട്ട് വരികയാണ്. കൗൺസിൽ ഓഫ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ പെർഫോംഡ് ഡ്യുവൽ ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ. ഇപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും വൈസ്രോയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വരുന്നു. പോർട്ട്ഫോളിയോ സിസ്റ്റം നടപ്പിലാക്കുന്നു. പോർട്ട്ഫോളിയോ സിസ്റ്റം നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ വൈസ്രോയ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനിങ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എക്സ്പാൻഡ് ചെയ്യുന്നു ബൈ ദ അഡീഷൻ ഓഫ് നോട്ട് ലെസ് ദാൻ 6 ആൻഡ് നോട്ട് മോർ ദാൻ 12 അഡീഷണൽ മെമ്പേഴ്സ് who would be nominated by Governor General and hold office for 2 years. അതിനകത്ത് വന്നിട്ടുള്ള ആളുകളാണ് മഹാരാജ ഓഫ് പട്യാല. ഏറ്റവും ആദ്യം വന്നിട്ടുള്ള ആളുകളാണ് നരേന്ദ്ര സിംഗ് ആണ് മഹാരാജ ഓഫ് പട്യാല, അന്നത്തെ മഹാരാജ. രാജ ഓഫ് ബനാറസ് നാരായൺ സിംഗ്, അതുപോലെ സർ ദിനകർ റാവു. ഈ 3 പേരുമാണ് ഇത്തരത്തിൽ വൈസ്രോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിനകത്ത് അംഗമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഇന്ത്യക്കാരെന്ന് പറയുന്നത്. അപ്പോൾ വൈസ്രോയ് അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ട്, ഇതിനകത്തുള്ള 6 അംഗങ്ങളുണ്ട്. ഇതിനകത്ത് ലോ മെമ്പർ പെർമനന്റ് മെമ്പറായി മറ്റൊരാളെയും കൂടെ വെച്ചു. ആൻഡ് ഇപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും എന്ത് കൊടുത്തു, ഓരോ വകുപ്പ് കൊടുത്തു. അപ്പോൾ വൈസ്രോയ് എന്ന് പറയുന്ന വ്യക്തിയെ ഇന്നത്തെ രാഷ്ട്രപതിയോട് നമുക്ക് എന്ത് ചെയ്യാം, ഉപമിക്കാം. അങ്ങനെയെങ്കിൽ പ്രസിഡന്റ് ആണല്ലോ രാഷ്ട്ര തലവനായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ ക്യാബിനറ്റ് അല്ലെങ്കിൽ മന്ത്രിസഭ എന്ന് പറയുന്നു. ആ മന്ത്രിസഭയിലുള്ള ഓരോ മന്ത്രിമാരാണ് ഈ കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ മന്ത്രിമാർക്കും എന്ത് ചെയ്യുന്നു, ഓരോ പോർട്ട്ഫോളിയോ ഉണ്ട്, ഓരോ വകുപ്പുകൾ വീതം കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് പാർലമെന്റ് ആയിട്ട് വെക്കാം. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ കഴിഞ്ഞ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ പാർലമെന്റ് ആയിട്ട് വെക്കാം. അതിനകത്ത് ആരുണ്ട്, മന്ത്രിമാരെല്ലാം. ഇപ്പം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്ന് പറയുന്ന പോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ പാർലമെന്റിലെ അംഗവുമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെയും ലെജിസ്ലേറ്റീവ് കൗൺസിലിലും വരും. ഇനി അതല്ലാതെ L6 to L12 എക്സ്ട്രാ ഒരു 12 പേരെ കൂടെ അല്ലെങ്കിൽ 6 മുതൽ 12 പേരെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നിയമനിർമ്മാണത്തിന് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 3 ഇന്ത്യക്കാരാണ് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. അവരുടെ പേരാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദ റീസ്റ്റോറേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് മദ്രാസ് ആൻഡ് ബോംബെ ഇൻ റെസ്പെക്റ്റീവ് മാറ്റേഴ്സ്. അപ്പോൾ ബോംബെയിലെയും മദ്രാസിലെയും ഗവർണർ ജനറൽമാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ എക്സിക്യൂട്ടീവ് കൗൺസിൽസിന് അല്ലെങ്കിൽ അവിടെ ഉള്ള ഈ പറഞ്ഞ കൗൺസിൽസിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, നിയമനിർമ്മാണത്തിനുള്ള സാധ്യത ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ഫോർമേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ അതർ പ്രൊവിൻസസ്. അപ്പോൾ അതിന് മുന്നേ അവിടെ ഗവർണറും ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽസും കൂടെ ചേർന്നിട്ടാണ് നിയമം ഉണ്ടാക്കിയിരുന്നതെന്നുണ്ടെങ്കിൽ ബംഗാൾ, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസ്, പഞ്ചാബ് തുടങ്ങിയവയിൽ 862, 86, 97 കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നു, ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് നിയമനിർമ്മാണ സഭകൾ ഫോം ചെയ്യുകയും അവർ എന്ത് ചെയ്യുന്നു, നിയമങ്ങൾ നിർമ്മിക്കാനും തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ഇതാണ് കൗൺസിൽസ് ആക്ട് 1861 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതിനുശേഷം വരുന്നതാണ് കൗൺസിൽസ് ആക്ട് 1892. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോഴേക്കും ഫോം ചെയ്യുന്നുണ്ട്. 1885-ലും 1889-ലെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ നിയമനിർമ്മാണ സഭകളിൽ റിഫോംസ് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു. ആൻഡ് അഡോപ്ഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് എലക്ഷൻ ഇൻ പ്ലേസ് ഓഫ് നോമിനേഷൻ ആൻഡ് ഓൾ ബഡ്ജറ്റ് ഷുഡ് ബി റെഫേർഡ് ടു ദീസ് കൗൺസിൽ ഫോർ കൺസിഡറേഷൻ. അപ്പോൾ ഓരോ പ്രൊവിൻസുകളിലെയും എന്ത് ചെയ്യണം, നിയമനിർമ്മാണ സഭകൾ കൊണ്ടുവരണം. ഇനി പ്രൊവിൻസുകളിലെയും അതുപോലെ തന്നെ കേന്ദ്രത്തിലുമുള്ള നിയമനിർമ്മാണ സഭകളിലേക്ക് ഇപ്പോൾ നിലവിൽ ഗവർണർ ജനറലോ വൈസ്രോയോ ആളുകളെ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ പ്രസിഡന്റ് ആളുകളെ നോമിനേറ്റ് ചെയ്ത് രാജ്യസഭയിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോക്സഭയിലേക്കോ നോമിനേറ്റ് ചെയ്യുന്ന പോലെ വൈസ്രോയും അതാത് പ്രൊവിൻസുകളിലെ ഗവർണർമാർ എന്ത് ചെയ്യുന്നു, ആളുകൾ നോമിനേറ്റ് ചെയ്തിട്ടാണ് ഈ നിയമനിർമ്മാണ സഭകൾ ഫില്ല് ചെയ്യുന്നത്. അതിന് പകരം എന്ത് ചെയ്യണം, ഒരു എലക്ഷൻ, ഒരു പ്രിൻസിപ്പിൾ ഓഫ് എലക്ഷൻ കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് ആദ്യം തൊട്ടേ അവകാശപ്പെട്ടു തുടങ്ങി. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ ഓരോ വർഷവും ബഡ്ജറ്റ് ഇറക്കുന്ന സമയത്ത് ബഡ്ജറ്റിലെ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ നിയമനിർമ്മാണ സഭകളിൽ പ്രസന്റ് ചെയ്യുമെങ്കിലും വേണം. നിങ്ങൾ ചുമ്മാ ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അല്ലെങ്കിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ബഡ്ജറ്റ് ഇംപ്ലിമെന്റ് ചെയ്യല്ല വേണ്ടത്. അത് ആദ്യം ബഡ്ജറ്റ് അനിവാര്യമാണോ, ഇതിനകത്ത് എന്തെങ്കിലും എഡീഷൻസ് ഉണ്ടോ, അത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് എങ്കിലും ഞങ്ങൾക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അന്ന് തൊട്ടേ മുറവിളി കൂട്ടി. അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന വ്യക്തിയാണ് ആര്, ലോർഡ് ക്രോസ്. ലോർഡ് ക്രോസ് 1892 ആക്ടിനകത്ത് ഈ പറഞ്ഞ പോലെ ഇലക്ഷന് വേണ്ടി പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. ഹവർ ഹി അഗ്രീഡ് ടു ഇൻഡയറക്റ്റ് ഇലക്ഷൻ. ഡയറക്റ്റ് ഇലക്ഷൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഉള്ള സ്കോപ്പ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇനി മെമ്പേഴ്സ് കൻ എക്സ്പ്രസ് ദെയർ വ്യൂസ് ഓൺ ബഡ്ജറ്റ്. ബഡ്ജറ്റിന് മുകളിലുള്ള അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. വോട്ട് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല, പക്ഷെ അഭിപ്രായം പറയാം. ബഡ്ജറ്റിൽ നിങ്ങൾ കാണിച്ചത് മോശമാണ് എന്ന് പറയാനുള്ള അധികാരം കൊടുത്തു. They were empowered to put questions on matters of public interest after giving 6-day notice. 6 ദിവസത്തെ പ്രയർ നോട്ടീസിന്റെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും, മെമ്പേഴ്സിന് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. പക്ഷെ സപ്ലിമെന്ററി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരം കൊടുത്തിരുന്നില്ല കൗൺസിൽസ് ആക്ടിലൂടെ. ഇതാണ് അവിടുത്തെ ഒരു ഹൈറാർക്കി ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് അന്നത്തെ എക്സിക്യൂട്ടീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടായിരുന്നത്.
നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കും ലെജിസ്ലേറ്റീവ് കൗൺസിൽ പടിപടിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട്, അതിൻ്റെ നമ്പർ കൂടി വരുന്നുണ്ട് അല്ലേ. 6, 10, 16 പേര് ഇപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിലിനകത്തുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പതുക്കെ നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ സഭയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത ആക്ട് എന്ന് പറയുന്നത് കൗൺസിൽസ് ആക്ട് ആണ് 1909. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മിന്റോ മോർലി റിഫോംസ്. ഇതാണ് ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്ന ഡിവൈഡ് ആൻഡ് റൂളിന്റെ ഭാഗമായിട്ട് മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു നിയമം. ഡിവൈഡ് ആൻഡ് റൂൾ പ്രിൻസിപ്പിളിന്റെ ഭാഗമായിട്ട്. ആൻഡ് ഇതിന്റെ സാഹചര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമാണ്. 905 എന്ത് വരുന്നു, ബംഗാൾ വിഭജനം വരുന്നു. ബംഗാൾ പാർട്ടീഷൻ വരുന്നത് 905 906 ആഗാ ഖാൻ എന്ത് ഫോം ചെയ്യുന്നു, ആഗാ ഖാൻ 3. ആഗാ ഖാൻ 3യുടെ നേതൃത്വത്തിൽ 906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നു. എവിടെ വെച്ച്, ധാക്കയിൽ വെച്ച്. അവരെന്ത് ചെയ്യുന്നു, സിംല ഡെപ്യൂട്ടേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു. സിംല ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണമെന്ന് അന്നത്തെ വൈസ്രോയ് ആയിട്ടുള്ള മിന്റോ രണ്ടാമൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നു. മിന്റോ രണ്ടാമൻ എന്ത് ചെയ്യുന്നു, അത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് മുൻപാകെ വെക്കുന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അന്നത്തെ ആരാണ്, ലോർഡ് മോർലിയാണ്. രണ്ടുപേരും കൂടെ ഒരു നിയമം തട്ടിക്കൂട്ടിയെടുക്കുന്നു. അതാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. അതിനകത്ത് മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന അധികാരം കൊടുക്കുന്നു. The number of elected members in both the Central Legislative Council and Provincial Legislative Council were increased. One Indian appointed in Viceroy's Executive Council. Viceroyയുടെ Executive Council എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ. മന്ത്രിസഭയ്ക്കകത്ത് ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ കടന്നുകൂടുന്നു, സത്യേന്ദ്ര പ്രസാദ് സിൻഹ അഥവാ SP സിൻഹ. 907 2 ഇന്ത്യക്കാർ എവിടെ വരുന്നു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ കൗൺസിലിനകത്ത്. 15-അംഗ കൗൺസിലാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ അസിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവിടെ 2 ഇന്ത്യക്കാർ കടന്നുകൂടുന്നുണ്ട്. അതാണ് KG ഗുപ്ത ആൻഡ് സയ്യിദ് ഹുസൈൻ. ചോദിക്കാൻ സാധ്യതയുണ്ട്. റൈറ്റ് ഓഫ് ഡിസ്കഷൻ ആൻഡ് ആസ്കിംഗ് സപ്ലിമെന്ററി ക്വസ്റ്റ്യൻ. സപ്ലിമെന്ററി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരവും ക്വസ്റ്റ്യൻ ഡിസ്കഷനുള്ള അധികാരവും ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ലെജിസ്ലേറ്റീവ് കൗൺസിലിനുള്ള അംഗങ്ങൾക്ക് കൊടുക്കുന്നു. ഡിസ്കഷൻ ഓഫ് ബഡ്ജറ്റ് ഇൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിനകത്ത് ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നു. പക്ഷേ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല. ബട്ട് വർ എംപവേർഡ് ടു മൂവ് റെസൊല്യൂഷൻ കൺസേണിംഗ് ബഡ്ജറ്റ്. റെസൊല്യൂഷൻസ് പാസ്സാക്കാനുള്ള അധികാരമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണ് 909 കൗൺസിൽസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ആക്ട് ആണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രൊവിഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റെസ്പോൺസിബിൾ ഗവൺമെന്റ് ബൈ ഇൻക്രീസിംഗ് ഇന്ത്യൻസ് ഇൻ എവറി ബ്രാഞ്ച് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ചേഞ്ചസ്. സോ ഇത് 1919 ആക്ടിന്റെ പ്രിയാമ്പിളിനകത്ത് കൊടുത്തിട്ടുള്ള, അതെ 1919 ആക്ടിനകത്ത് ഒരു പ്രിയാമ്പിൾ ഉണ്ട്. ആ പ്രിയാമ്പിളിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു സെന്റൻസ് ആണ് റെസ്പോൺസിബിൾ, ഉത്തരവാദിത്ത ഭരണം എന്ന് പറയുന്ന ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് അങ്ങനെ തന്നെ ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റിന്റെ ഒരു സാധ്യത വിദൂരമല്ല എന്ന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രിയാമ്പിളിനകത്ത് സമ്മതിച്ചു തരുന്നുണ്ട്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ നൗ പെയ്ഡ് ഫ്രം ബ്രിട്ടീഷ് എക്സ്ചെക്കർ. 1793 തൊട്ട് ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ അധികാരികളും അതുപോലെ തന്നെ പിന്നീട് വന്നിട്ടുള്ള ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചപ്പോഴും ആ എംപ്ലോയീസിന് കംപ്ലീറ്റ് ഇന്ത്യയുടെ പൈസയിൽ നിന്നാണ് പേ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ബ്രിട്ടീഷ് എക്സ്ചെക്കർ, ബ്രിട്ടീഷുകാർ പാർലമെന്റിൽ നിന്നും പൈസ എന്ത് ചെയ്യുന്നു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരവസ്ഥ വരെയാണ്. ദ പവർ ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വർ ഡിവൈഡഡ് ആൻഡ് ഗിവൺ ടു ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ. ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അവിടെ നിലവിൽ വരുന്നുണ്ട്. പെയ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് പേ ചെയ്യുന്നത്. ദെൻ ഡിഡ് നോട്ട് ഇൻട്രൊഡ്യൂസ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് അറ്റ് സെൻറ്റർ. കേന്ദ്രത്തിലെ റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ആശയത്തെ പറ്റി അവർ പറയുന്നേ ഇല്ല. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, കേന്ദ്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകസഭയും രാജ്യസഭയും പോലെ തന്നെ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് അപ്പർ ഹൗസിനെ വിളിച്ചിരുന്നത്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് ലോവർ ഹൗസിനെ വിളിച്ചിരുന്നത്. അപ്പർ ഹൗസ് അഥവാ ഇന്നത്തെ രാജ്യസഭയ്ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള കൗൺസിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അതിനകത്തൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും. ആ പ്രസിഡന്റിനെ ആര് നോമിനേറ്റ് ചെയ്യുന്നു, വൈസ്രോയ് നോമിനേറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് 60 പേരാണ് ഉണ്ടാവുക. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിനകത്ത് 60 പേരാണ് ഉണ്ടായിരുന്നത്. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളെ പ്രസിഡന്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ രാജ്യസഭാ ചെയർമാൻ എന്ന് വിളിക്കുന്ന പോസ്റ്റാണ് ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സർ ഫ്രെഡറിക് വൈറ്റ് ആണ്. 925 വരെയാണ് അദ്ദേഹം ഇരുന്നിരുന്നത്. വിഥൽഭായ് പട്ടേൽ 1925 ഏറ്റവും ആദ്യത്തെ ഇന്ത്യൻ, ഇതിന്റെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ ഇന്ത്യൻ ആയിട്ട് മാറുന്നുണ്ട്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിനകത്ത് വുമൻസ് വർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ബിക്കം ഇറ്റ്സ് മെമ്പേഴ്സ്. സ്ത്രീകൾ ഉണ്ടായിരുന്നേ ഇല്ല. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, നമ്മുടെ ലോവർ ഹൗസ് എന്ന് പറയുന്നത് 3 കൊല്ലമായിരുന്നു അതിന്റെ കാലാവധി. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിന്റെ കാലാവധി 5 വർഷമായിരുന്നു. ഓരോ വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിലെ മെമ്പേഴ്സ് റിട്ടയർ ചെയ്യുന്ന രീതിയിലാണ് അത് സെറ്റപ്പ് ചെയ്തെടുത്തിരുന്നത്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് 3 വർഷമായിരുന്നു അതിന്റെ കാലാവധി. ഇതിൽ അപ്രോക്സിമേറ്റ്ലി 145ഓളം അംഗങ്ങളാണ് അന്ന് നിലവിൽ ഉണ്ടായിരുന്നത്. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി
എന്താണ് പ്രൊവിൻസുകളുടെ അവസ്ഥ? 919 ആക്ട് പ്രകാരം ഡയാർക്കി പ്രൊവിൻസുകളിൽ കൊണ്ടുവരാണ്, ദ്വിഭരണം കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അവിടെ പ്രവിശ്യകളിൽ. എന്താണ് ദ്വിഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് കൗൺസിലേഴ്സും പോപ്പുലർ മിനിസ്റ്റേഴ്സും ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് പ്രവിശ്യകളിൽ വരുന്നൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, റിസർവ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞുകൊണ്ട്. റിസർവ്ഡ് സബ്ജക്ട് ആര് ഭരിക്കുന്നു? ഗവർണർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഭരിക്കുന്നു. ഹൂവർ, ഈ മെമ്പേഴ്സ് ഓഫ് ദി എക്സിക്യൂട്ടീവ് കൗൺസിൽ ആരാണ്? നോമിനേറ്റഡ് ബൈ ഹിം ആൻഡ് നോട്ട് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ. ഇവർക്ക് നിയമനിർമ്മാണ സഭയായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് കേന്ദ്രത്തെ പറ്റിയിട്ടാണ്. അറ്റ് സെന്റർ, കേന്ദ്രത്തിന്റെ അവസ്ഥ എന്താണ്? കേന്ദ്രത്തിൽ രണ്ട് ഹൗസുകളാണ് ഉള്ളത്. ഒന്ന് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, ഇതിനകത്ത് 60 പേരുണ്ട്. സ്ത്രീകളില്ല, സ്ത്രീകൾക്ക് വോട്ടവകാശമില്ല. പിന്നെ എന്താണുള്ളത്? ഒരു ലോവർ ഹൗസ് അഥവാ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇതിനകത്ത് 145 അംഗങ്ങളുണ്ട്. ഈ രീതിയിലാണ് സെൻട്രലിലെ നിയമനിർമ്മാണ സഭ ഇരിക്കുന്നത്. സെൻട്രൽ എക്സിക്യൂട്ടീവ് എങ്ങനെയാണ്? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തന്നെയാണ് ഇപ്പോഴും അത് അറിയപ്പെടുന്നത്. അതിനകത്ത് 8ഓളം അംഗങ്ങളുണ്ട്. ഈ 8 ആളുകൾക്ക് എന്തുണ്ട്? ഈ പറയുന്ന പോലെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ഈ പറയുന്ന അപ്പർ ഹൗസും ലോവർ ഹൗസും കൂടിയാണ്. ഇവരുണ്ടാക്കുന്ന നിയമങ്ങളെ ആര് ഇംപ്ലിമെന്റ് ചെയ്യുന്നു? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ബട്ട് ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ സെൻട്രൽ അസംബ്ലി. ഇതാണ് സെൻട്രലിലെ അവസ്ഥ. ഇനി പ്രൊവിൻസിലെ അവസ്ഥ എന്താ? പ്രൊവിൻസിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന സബ്ജക്റ്റിനെയാണ് നമ്മൾ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്, ട്രാൻസ്ഫേർഡ് എന്നും റിസർവ്ഡ് എന്നും. റിസർവ്ഡ് എന്ന് പറയുന്നത് പ്രൊവിൻഷ്യൽ ഗവർണർ, അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഗവർണർ തിരഞ്ഞെടുക്കപ്പെടുന്ന 4-5 ആൾക്കാർക്കും നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന ടോപ്പിക്സ്, അതാണ് റിസർവ്ഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ. ഈ റിസർവ്ഡ് ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഗവർണറും ഈ ഗവർണർ തീരുമാനിക്കുന്ന 4 ആൾക്കാരും കൂടിയാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി. കേരളത്തിലെ നിയമസഭയായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. നേരെ മറിച്ച് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗവർണറും പോപ്പുലർ മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ. പോപ്പുലർ മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? എലക്ട് ചെയ്യപ്പെടുന്ന ആളുകളാണ്. ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ. അവർക്ക് നോ കോൺഫിഡൻസ് മോഷൻ അവിടെ പാസ്സാക്കി ഈ പോപ്പുലർ മിനിസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ പുറത്താക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് അവിടെയുള്ള ഡയാർക്കി എന്ന് പറയുന്ന അർത്ഥം. ഇനി പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് വർ ഫർദർ എക്സ്പാൻഡഡ്. അവിടെ 70% ആളുകൾ എലക്ടഡ് മെമ്പേഴ്സ് ആണ്. സിസ്റ്റം ഓഫ് എലക്ഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ പ്രൊവിൻഷ്യൽ കൗൺസിൽസ് വാസ് ഡയറക്റ്റ്. പ്രൊവിൻഷ്യൽ കൗൺസിലേക്ക് ഡയറക്റ്റ് ഇലക്ഷൻ ആണ് ഉണ്ടായിരുന്നത്. ദ പ്രൈമറി വോട്ടേഴ്സ് എലക്ടിംഗ് മെമ്പേഴ്സ് ആണ്. ആൻഡ് വുമൺ വർ ഓൾസോ ഗിവൺ റൈറ്റ് ടു വോട്ട്. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ സ്ത്രീകൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ആക്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അത് ഞാനിവിടെ കൊടുക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 70% പ്രൊവിഷൻസും എടുത്തു വെച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല അത് ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. അത് അത്യാവശ്യം ഒരുപാട് ഏരിയ നമുക്ക് കവർ ചെയ്യേണ്ടി വരും, ഒരുപാട് സമയം നമുക്ക് എടുക്കേണ്ടി വരും. നിങ്ങളത് പഠിച്ചെടുക്കുക. ഓക്കെ, ബാക്കിയുള്ള ആക്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതെങ്കിലും നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് നോക്കുക. നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടെയാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കപ്പെടുന്നു, അതിന്റെ നാൾ വഴികൾ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റുകൾ, അതിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ. ഈ ഭാഗം നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം? റിവൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡ്രാഫ്റ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇറ്റ് വാസ് സെറ്റപ്പ് അണ്ടർ. ഭരണഘടനാ അസംബ്ലി സെറ്റപ്പ് ചെയ്തത് ഏത് പ്രൊവിഷന്റെ ഭാഗമായിട്ടാണ്? ഏതാണ്? ക്യാബിനറ്റ് മിഷൻ. ഇനി ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹു ചെയർഡ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ? ആരാണ്? സച്ചിദാനന്ദ സിൻഹ. ഓൺ വിച്ച് ഡേറ്റ് ഡിഡ് ദ ജവഹർലാൽ നെഹ്റു ഇൻട്രൊഡ്യൂസ്ഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഓൺ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? ഏത് ഡേറ്റിലാണ്? 13 ഡിസംബർ 1946. ഹു അമംഗ് ദ ഫോളോയിങ് is known as the calligrapher of Indian Constitution? ആരാണ്? പ്രേം ബിഹാരി നാരായൺ പ്രസ്ത. How many years of debate the Constitution of India was signed? എത്ര വർഷത്തിന്റെ ഡിബേറ്റുകൾക്ക് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടനയെ സൈൻ ചെയ്തതെന്നാണ് വെച്ചിരിക്കുന്നത്? എത്ര വർഷത്തിന് ശേഷമാണ്? 3 വർഷത്തോളം എടുത്തു. ഡാഷ്
ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡാപ്റ്റഡ് ആൻഡ് എനാക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? എന്നാണ്? 26 നവംബർ 1949 ഇന്ത്യൻ ഭരണഘടനയെ അഡോപ്റ്റ് ചെയ്തത് അല്ലേ? ഇനി the total number of articles that were present originally in the constitution during its implementation. എത്ര ആർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരുന്നത്? 395 ആർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരുന്നത്. ഇനി who was the chairman of House Committee of the Constituent Assembly in India? ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടിരുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? പട്ടാഭി സീതാരാമയ്യ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് who among the following was not the member of drafting committee of Indian Constitution? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? A.V. തക്കർ ആണ്. ഹൗ മെനി മെമ്പേഴ്സ് were there in drafting committee of Indian Constitution? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്? 7 പേരാണ് ഉള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഞാൻ പകുതി ചോദ്യങ്ങളും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്നാണ് ഈ ഒരു ഭാഗത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് അത്രമാത്രം ചോദ്യങ്ങൾ മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം. ആദ്യം ഇന്ത്യൻ ഭരണഘടന ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു നാൾ വഴികൾ നോക്കാം. ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു സ്വതന്ത്ര കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് 934 M.N. റോയ് ആണ്. 934 M.N. റോയ് ആണ് ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു സ്വന്തമായിട്ടൊരു ഇന്ത്യൻ ഭരണഘടന വേണമെന്നുള്ള ആവശ്യം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. ഭരണഘടന അസംബ്ലി വേണമെന്നുള്ള ആവശ്യം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. 935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആവശ്യത്തെ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. 940 ഈ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ലിൻലിത് ഗൗ എന്ത് ചെയ്യുന്നുണ്ട്? ഓഗസ്റ്റ് ഓഫറുമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നു. എന്താണ് പറയുന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് അക്സെപ്റ്റഡ് ദ ഡിമാൻഡ് ഫോർ ഫസ്റ്റ് ടൈം. ഈ ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടനാ അസംബ്ലി വേണമെന്നുള്ള ആശയം ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ ഓഗസ്റ്റ് ഓഫറിലാണ്. 942 ഈ ഭരണഘടനാ അസംബ്ലി സെറ്റപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. 946 ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. 946 ഈ ക്യാബിനറ്റ് മിഷൻ വന്നതിൻ്റെ ആ പ്ലാനിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നു. 46 തന്നെയാണ് 49 കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്? അഡോപ്റ്റ് ചെയ്യുകയും പാസ് ചെയ്യുകയും ചെയ്യുന്നത്. 950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു? നിലവിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ 46 ക്യാബിനറ്റ് മിഷൻ നിലവിൽ വരുന്ന, അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷൻ വന്ന് ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച പ്ലാൻ വരെ ഓക്കെയാണ്. അതിനുശേഷം ഭരണഘടനാ അസംബ്ലി മീറ്റ് ചെയ്ത കാലയളവിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇവന്റുകൾ നടന്നിട്ടുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തിരിക്കണം. എന്തൊക്കെയാണത്? ഒന്ന്, ഡിസംബർ 9, 946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഏറ്റവും ആദ്യം സമ്മേളിക്കുന്നത്. അന്ന് മീറ്റിങ്ങിനകത്ത് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? സച്ചിദാനന്ദ സിൻഹ. ടെമ്പററി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അന്നത്തെ ഇനോഗ്രൽ അഡ്രസ് നടത്തിയത് ആരാണ്? ആചാര്യ കൃപലാനി. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സമ്മേളനത്തിന് ഈ പ്രസംഗം നടത്തിയത് ആചാര്യ കൃപലാനി, അധ്യക്ഷത വഹിച്ചത് സച്ചിദാനന്ദ സിൻഹ. 2 ദിവസം കഴിഞ്ഞ് ഡിസംബർ 11, 946 രാജേന്ദ്ര പ്രസാദിനെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. HC മുഖർജിയെയും VT കൃഷ്ണമാചാര്യയും അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വൈസ് പ്രസിഡന്റായിട്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. BN റാവുവിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗൽ അഡ്വൈസറായിട്ടും എലക്ട് ചെയ്യപ്പെടുന്നു. 13 ഡിസംബർ, വീണ്ടും 2 ദിവസം കൂടെ കഴിഞ്ഞ് 13 ഡിസംബർ 946 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നു. വിച്ച് ലേഡ് ഡൗൺ ദ ഫിലോസഫീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു റെസൊല്യൂഷൻ ആയിരുന്നു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. 22 ജനുവരി 947 ഈ റെസൊല്യൂഷൻ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ എന്ത് ചെയ്യുന്നു? ഭരണഘടനാ അസംബ്ലി പാസ്സാക്കിയെടുക്കുന്നു. ജൂലൈ 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1 മാസം മുന്നേ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് അധ്യക്ഷത വഹിക്കുകയും GV മാവ്ലങ്കാർ ലെജിസ്ലേറ്റീവ് ബോഡിയായിട്ട് ഇതേ അസംബ്ലി തന്നെ ആക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനി ജൂലൈ ടു ഒക്ടോബറിൽ ഒന്നാമത്തെ ഡ്രാഫ്റ്റ്, 947 ജൂലൈ ടു ഒക്ടോബറിൽ ഒന്നാമത്തെ ഡ്രാഫ്റ്റ് സെറ്റ് ചെയ്യുന്നു. ജൂലൈ 22 ഇന്ത്യൻ ഭരണഘടന ദേശീയ ഫ്ലാഗിനെ അഡോപ്റ്റ് ചെയ്യുന്നു. ഓഗസ്റ്റ് 29, 947 ഡോക്ടർ BR അംബേദ്കർ എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. 948 മുതൽ 948 നവംബർ വരെ ഒന്നാമത്തെ റീഡിംഗ് നടക്കുന്നു. 1548 മുതൽ 17 ഒക്ടോബർ വരെ രണ്ടാമത്തെ റീഡിംഗ് നടക്കുന്നു.
4 നവംബർ മുതൽ 26 നവംബർ 1949 വരെ മൂന്നാമത്തെ റീഡിംഗ് നടക്കുന്നു. 26 നവംബർ 1949 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നു? ഭരണഘടനയെ പാസ്സാക്കി എടുക്കുകയും അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അന്ന് നമ്മൾ ഭരണഘടനാ ദിവസമായിട്ട് എന്ത് ചെയ്യുന്നു? ആചരിച്ചു വരുന്നു. 24 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി elected ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് അഡോപ്റ്റഡ് ദ നാഷണൽ ആന്തം ആൻഡ് നാഷണൽ സോങ്. 26 ജനുവരി 1950 എന്ത് ചെയ്യുന്നു? ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയതിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ നാൾ വഴികൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ടൈം ലൈൻസ് ആണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്, ഇവൻറ്റുകൾ, ടൈം ലൈൻസ്. ഇനി ഇതിൽ കുറച്ച് ആളുകളുടെ പേരുകൾ കൂടെ നിങ്ങൾ പഠിക്കണം, കുറച്ച് എന്താ പറയുക, കുറച്ച് കൺസെപ്റ്റുകൾ നിങ്ങൾ പഠിക്കണം, കുറച്ച് ഫാക്റ്റുകൾ നിങ്ങൾ പഠിക്കണം. അതിൽ ഒന്നാമത്തെ പോയിന്റ്സ് ഫാക്ട്സ് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയിട്ടും ഭരണഘടന അസംബ്ലിയെ പറ്റിയിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ഫാക്റ്റുകൾ. 1, 2 വർഷം 11 മാസം 17 ദിവസം എടുത്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി എന്ത് ചെയ്തിട്ടുള്ളത്? സമ്മേളിച്ചിട്ടുള്ളത്. എത്ര സെഷൻസ് ഇരുന്നു? 11 സെഷൻസ്. 11 തവണയായിട്ട് അവർ മീറ്റിംഗ് കൂടി. ഏകദേശം 3 വർഷത്തോളം കാലയളവിൽ. എത്ര ദിവസം ആ മീറ്റിങ്ങുകൾ നീണ്ടു നിന്നു? 165 ദിവസങ്ങളിലാണ് ഇവർ ആകെ കൂടെ ഈ 3 വർഷത്തിനിടയിൽ സമ്മേളിച്ചിട്ടുള്ളത്. ഇനി അതിലെ ഏറ്റവും അവസാനത്തെ സെഷൻ എന്തായിരുന്നു? 24 ജനുവരി 1950 അന്നാണ് രാജേന്ദ്ര പ്രസാദിനെ രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി അന്നത്തെ ഈ പറയുന്ന അസംബ്ലിയിൽ 284 പേര് എന്ത് ചെയ്തിരുന്നു? പങ്കെടുത്തിരുന്നു. ഫൈനൽ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഈ ജനുവരി 24 സമ്മേളിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്യപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 395 ആർട്ടിക്കിൾസും 22 ഭാഗങ്ങളും 8 ഷെഡ്യൂൾസുമാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് കാലിഗ്രാഫർ എന്ന് പറയുന്നത് പ്രേം ബിഹാരി നരൈൻ റൈസാദയാണ്. ഹിന്ദി കാലിഗ്രാഫർ എന്ന് പറയുന്നത് വസന്ത് കൃഷ്ണൻ വൈദ്യയാണ്. അതിന് ഇന്ത്യൻ ഭരണഘടന എഴുതുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത് മിൽബോൺ ലോൺ പേപ്പറാണ്. ആർട്ട് വർക്ക്സ് ആൻഡ് ബോർഡേഴ്സ്, ഈ ഭരണഘടനയ്ക്കകത്ത് നിങ്ങൾ അതിൻ്റെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന ആർട്ട് വർക്കുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് നന്ദലാൽ ബോസ് ആണ്. അങ്ങനെ 22 ഭാഗങ്ങൾ, ഓരോ ഭാഗത്തിനും ഓരോ പെയിൻറ്റിങ് വിധം എടുത്തു കഴിഞ്ഞാൽ 22 പെയിൻറ്റിങ്സ് നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കാണാനായിട്ട് സാധിക്കും. മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നും ബുദ്ധൻ്റെ ജാതക കഥകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഡ്രോയിങ്സ് ആണ് ഈ 22 ഡ്രോയിങ്സിനകത്ത് പ്രധാനമായിട്ടും ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി കവർ പേജും പ്രിയാമ്പിളും പ്രധാനമായിട്ടും അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ബിയോഹർ രാം മനോഹർ സിൻഹ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന ദിവസം ആ ഭരണഘടനയ്ക്ക് വേണ്ടി ഈ മീറ്റിങ്ങുകളും ഈ പറഞ്ഞുള്ള എല്ലാ ചെലവുകളും എല്ലാം കൂടെ കണക്കി 64 ലക്ഷം രൂപ, അന്നത്തെ കാലത്ത് 64 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ടാണ് നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയെ എന്ത് ചെയ്തിട്ടുള്ളത്? ഡ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇത്രയും ഫാക്റ്റുകൾ പഠിച്ചു വെക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാനും കമ്മിറ്റീസും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയും അതുമായിട്ട് അവരുടെ ചെയർമാനും നമുക്ക് നോക്കാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 8 കമ്മിറ്റീസാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, 8 മേജർ കമ്മിറ്റീസ്. ഒന്ന് റൂൾസ് ഓഫ് പ്രൊസീജിയർ ആണ്, രാജേന്ദ്ര പ്രസാദാണ് ചെയർമാനായിട്ടിരിക്കുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടും രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടും രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ക്രിഡൻഷ്യൽ കമ്മിറ്റി ചെയർമാനായിട്ട് അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ്. ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ബി പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ KM മുൻഷി. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. കമ്മിറ്റി ഓൺ ദ ഫംഗ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആരാണ്? GV മാവുലങ്കാറാണ്. അടുത്തത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫാക്റ്റുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിലൊന്ന്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്ന ദിവസം ഓർത്തിരിക്കുക, ഓഗസ്റ്റ് 29, 1947. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ ആണ്. അതിലെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. BR അംബേദ്കർ ചെയർമാൻ ആയിരുന്നു. N ഗോപാലസ്വാമി അയ്യങ്കാർ എന്ത് ചെയ്യുന്നു? മെമ്പറായിരുന്നു. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ മെമ്പറായിരുന്നു. KM മുൻഷി മെമ്പറായിരുന്നു. സയ്യിദ് മുഹമ്മദ് സാദുള്ള മെമ്പറായിരുന്നു. N മാധവ് റാവു എന്ത് ചെയ്യുന്നു? N മാധവ് റാവു BL മിത്രയെ റീപ്ലേസ് ചെയ്യുന്നു. BL മിത്രയാണ് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന അംഗം, അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്യുന്നു. കാരണം BL മിത്രയ്ക്ക് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കാരണം അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുന്നു. PT കൃഷ്ണമാചാരി DP ഖൈത്തനെ റീപ്ലേസ് ചെയ്യുന്നു. കാരണം 1948 ഡോക്ടർ DP ഖൈത്തൻ എന്ത് ചെയ്യുന്നു? മരണപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് TT കൃഷ്ണമാചാരിയും ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഈ പറയുന്ന നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ
മെയിൻ ആയിട്ടുള്ള ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മളിവിടെ റിവിഷൻ ക്ലാസ്സിൽ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനകത്ത് വർക്ക് ചെയ്യണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.